ചന്ദ്രകുമാറിൻ്റെ പടത്തിൽ തന്നെ 14 പടത്തിൽ ഞാൻ നായകനാണ്. പിന്നെ അക്കരെ ഒന്നൊരു മരൻ അതിൽ നായകനാണ്. പ്രിയദർശൻ്റെ ദീം തരികിടന്ന പോലെ നായകനാണ്. അങ്ങനെ ഒരു എന്താ പറയുക ഒരു 10-20 പടങ്ങളിൽ ഇതായിരുന്നു സംഭവം. ദീം തരികിടതവും അതാണ് മോഹൻലാൽ അഭിനയിക്കാനായിട്ട്. എന്താ മോഹൻലാലുമായി കണക്ട്? അങ്ങനെയല്ല, മോഹൻലാലിനെ ഡേറ്റ് നോക്കിയപ്പോൾ ഇല്ല, ആനന്ദാരിൻ്റെ പടം എടുക്കാം. അപ്പം പ്രിയം പറഞ്ഞു നമുക്ക് ഇവനെ വെച്ചൊരു പടം എടുക്കാം എന്ന് പറഞ്ഞിട്ട് എന്നെ വെച്ച് പ്ലാൻ ചെയ്ത് ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് റെഡിയായി. ആ 10 ദിവസമുള്ളപ്പോൾ മോഹൻലാലിൻ്റെ ആ പടം ക്യാൻസലായി. അപ്പോൾ അവിടുന്ന് വിളി വന്നിങ്ങനെ ലാലിൻ്റെ ഡേറ്റ് ക്യാൻസലായി ആ പടത്തിൻ്റെ. ഇങ്ങനെ 30 അന്ന് 25 ദിവസം വരും, 25 ദിവസം ചെയ്യാൻ പറ്റുന്നു. ഉടനെ ഇവർ മോഹൻലാലിനെ വെച്ച് ആലോചിച്ചു. മോഹൻലാൽ അറിഞ്ഞു എന്നെ വെച്ചാണ് ഇത്. മോഹൻലാൽ പറഞ്ഞു ഇങ്ങനെ രാജിച്ചേട്ടനെ വെച്ച് പ്ലാൻ ചെയ്തതല്ലേ, ഞാൻ ഈ ദിവസം ഫ്രീ ആയിട്ടിരിക്കും, പക്ഷേ ആ പടത്തിൽ അഭിനയിക്കാൻ വരും. അവിടെ അവിടുത്തെ ആ പടം മുടക്കിയിട്ട് ഞാൻ അഭിനയിക്കില്ല, പുള്ളി അഭിനയിക്കട്ടെന്നാണ്. അങ്ങനെ മോഹൻലാൽ സിനിമയിൽ അങ്ങനെയില്ല, മോഹൻലാൽ മാറി നിന്ന് എനിക്ക് വേണ്ടി. അതാണ് അക്കാര്യം എന്തായാലും നല്ല സിനിമയായിരുന്നു അത്. ഈ ലാലിന്റെ കാര്യം പറഞ്ഞപ്പോൾ ലാലുമായിട്ടുള്ള ഒരു സ്കൂൾ കാലം മുതലുള്ള ഒരു പരിചയം എങ്ങനെയാണ് ജൂനിയറായിട്ട് പഠിക്കുന്നത്? അത് ഞാൻ പറഞ്ഞില്ലേ, മോഡൽ സ്കൂളിൽ 3 കൊല്ലം ബെസ്റ്റ് ആക്ടറായി, ആർട്സ് ക്ലബ് സെക്രട്ടറി, 10th പാസ്സായി കഴിഞ്ഞപ്പോഴത്തേക്കും ഫസ്റ്റ് PDC കയറുന്നു. അപ്പോഴത്തേക്കും മോഹൻലാലും ഒരു 6-7 കുട്ടികളും കൂടെ എൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു ചേട്ടാ ഒരു നാടകം അഭിനയിക്കണം, ഞങ്ങളാരും അഭിനയിച്ചിട്ടില്ല, എന്താ ചെയ്യേണ്ടത്, അങ്ങനത്തെ ആഗ്രഹമാണ്. ഞാൻ 2 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. അപ്പോൾ നവയുഗം എന്നുള്ള അന്ന് ഉണ്ടായിരുന്നൊരു മാഗസീനിൽ സീരിയലൈസ് ചെയ്യുന്ന വേളൂർ കൃഷ്ണൻകുട്ടി സാറിൻ്റെ കമ്പ്യൂട്ടർ ബോയ് നാടകമാണ്. ഞാൻ നിങ്ങൾ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഞാനിത് അവരെ പഠിപ്പിച്ച് എല്ലാം കഴിഞ്ഞിട്ട് ഇവരുടെ നിന്ന് അന്ന് 3 രൂപ ചെന്തോ മേടിച്ചെന്നാണ്. ആ പൈസയ്ക്ക് മെറ്റീരിയൽസ് വാങ്ങിച്ചു. ഒരു ഫുൾ നിരക്ക് 90 പൈസ ആക്കണം. അപ്പോൾ സാധാരണ യൂത്ത് ഹോസ്റ്റലിന് 10th ഔട്ട് ഗോയിങ് സ്റ്റുഡൻസിനാണ് പ്രിഫറൻസ് ഉള്ളത്. ഇത് മോഹൻലാൽ 6ാം ക്ലാസ്സാണ്. ആ നാടകത്തിൻ്റെ അനൗൺസ്മെൻ്റ് ഒന്ന് ഞാൻ ഓടിക്കളഞ്ഞു നമ്മുടെ സ്കൂളിൽ നിന്ന്. കാര്യം സീനിയേഴ്സ് പിള്ളേർ വിടത്തില്ല. മോഹൻലാലിൻ്റെ ബെസ്റ്റ് ആക്ടർ ആ നാടകത്തിൻ്റെ ഫസ്റ്റ് പ്രൈസ്. മോഹൻലാൽ എപ്പോഴും പറയും അത് ചേട്ടൻ്റെ കൈപുണ്യമാണ് ഞാൻ ഇന്നറിയതായത്. ഞാൻ ഒരിക്കലുമല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ബാക്കി 7 പേര് എന്തുകൊണ്ടാണ് ഒരു റേഡിയോ നാടകത്തിൽ പോലും അഭിനയിക്കാത്തത്? എൻ്റെ കൈപുണ്യമല്ലേ, ഒരു നിമിത്തമായെന്നേ ഉള്ളൂ. ബട്ട് മോഹൻലാൽ എന്താ പറയുക, ഒരു നമ്മൾ നിൽക്കുമ്പോൾ അയാളുടെ ബാക്കിലൊരു ഹാലോ ഉണ്ട്, അങ്ങനെ ഒരു പൊസിഷനിലാണ്. അത് ഒരു ഈശ്വരൻ്റെ പ്രത്യേക ഗിഫ്റ്റാണ് പുള്ളി. മോഹൻലാലിനെ അന്ന് അഭിനയിപ്പിക്കുമ്പോൾ തന്നെ തങ്ങൾക്ക് തോന്നി ഇദ്ദേഹത്തിൻ്റെ ഒരു പൊട്ടൻഷ്യൽ, ഇദ്ദേഹത്തിന് മലയാള സിനിമയിൽ വളർന്നു വരാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന്? അതൊന്നും അറിഞ്ഞൂടാ, എനിക്ക് എങ്ങനെയാണെന്നേ ഉള്ളൂ. ബാക്കി ആരും വരുന്നൊന്നും തന്നെയാണ് സംഭവം. ഇവരെ പഠിപ്പിച്ചപ്പോൾ അന്നും മോഹൻലാലിനുള്ള ഗുണം ഇപ്പോഴും ഉള്ളത്. ഇപ്പോൾ ഒരു 10 പേജ് ഡയലോഗ് മോഹൻലാലിൻ്റെ കൊടുത്ത മോഹൻലാൽ എടുക്കാം. എനിക്കാണങ്ങനെ 10 പേരുടെ ഡയലോഗ് ഒറ്റ ഷോട്ട് എടുക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ അഡ്വാൻസ് തിരിച്ചു കൊടുത്തിട്ട് വീട്ടിൽ പോകും. അത് പറ്റില്ല. അതൊരു ഭയങ്കര ഒരു ഗ്രാസ്പിംഗ് പവറാണ്. ഏതാണ് ഈ ഡയലോഗ് മേക്കപ്പ് ചെയ്യാന്ന് പറയില്ലേ, എല്ലാവരും. പഴയ തെക്കുറിച്ചേട്ടനുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ജനറേഷനുള്ളതിൽ പൃഥ്വിരാജ് ആ കാര്യത്തിൽ മിടുക്കനാണ്. സിദ്ദിഖ് ഒരു പ്രാവശ്യം വായിച്ചാൽ മതി. അതിനകത്ത് കോംപ്ലിക്കേറ്റ് ഇംഗ്ലീഷ് വാക്കുകൾ ഈ ശശി തരൂർ സാറ് പറയുന്നവർ കടകെട്ടിയൊക്കെ ഉണ്ടെങ്കിലും പറയും. ഇവരെല്ലാവരും പറയും. അതൊരു പ്രത്യേക നേച്ചറാണെന്നാണ് എനിക്ക് കാണാൻ തുടങ്ങി അറിയുന്നത്. നമ്മൾ പഠിച്ച് IAS എടുക്കില്ലായിരുന്നു അല്ലേ? അല്ല, ഇവരത്രയും ഞാൻ പറഞ്ഞു മിടുക്കുണ്ട്. എന്തെങ്കിലും ഇല്ലാതെ ഒരാൾ എവിടെയെങ്കിലും എത്തില്ലല്ലോ. ആ സമയത്ത് പ്രോംപ്റ്റ് ചെയ്യുന്ന പരിപാടിയൊന്നും ഇല്ലായിരുന്നു. ഈ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ അപ്പം ചില ഡയറക്ടേഴ്സിന് ഒന്നും ഇഷ്ടമില്ല. പക്ഷേ എന്നാലും ഈ ഫിലിമിന് വില കൂടുതലുള്ളതുകൊണ്ട് ചിലരൊക്കെ സമ്മതിക്കും. പിന്നെ ഞാനൊക്കെ അന്ന് അഭിനയിക്കുന്ന ശശികുമാർ സാറ്, ജയൻ, മറ്റേ സോമേട്ടൻ, ഇവരുടെ കൂടെയൊക്കെ അഭിനയിക്കുമ്പം പ്രോംപ്റ്റിങ്ങില്ല, ഡയറക്റ്റ് റെക്കോർഡിങ്ങാണ്. ബൂമിൽ മൈക്ക് വെച്ചിട്ട് സിനിമ. എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു ആക്ട്രസ് ജയഭാരതിയാണ്. അത് നമ്മൾ മുരുകാലൻ സ്റ്റുഡിയോയിൽ ഇരിക്കുമ്പോൾ ജയഭാരതി ഇരിക്കുമ്പോഴത്തേക്കും അവരൊക്കെ ഒരു ദിവസം 3 പടം അഭിനയിക്കുകയാണ്. രാവിലെ എന്താ പറയുക 8:30 to 1, 2 to 5, 6 to 12 അങ്ങനെ 3 പടമാണ് അഭിനയിക്കുന്നത്. ഒരു പടത്തിന് 10 ദിവസം 12 ദിവസമാണ് ഇവരെല്ലാം മൊത്തത്തിൽ എടുക്കുന്നത്. അപ്പം ഞാൻ അവിടെ അവിടെ ഇരിക്കുമ്പം ജയഭാരതി വന്നു. അപ്പോൾ അസിസ്റ്റൻ്റ് ഡയറക്ടർ ഒന്നുമില്ല, ഇച്ചിരി ഡയലോഗ് ഇന്ന് വായിക്കും. അവർക്ക് മലയാളം വായിക്കാൻ അറിയില്ല, ഇന്നും എഴുതാനും വായിക്കാൻ അറിയില്ല. അവർ തമിഴാണ് ജയഭാരതി. അപ്പം ഇയാൾ അവൻ ഡയലോഗ് വായിക്കും. അമ്മ അത് സൈഡ് കൊടുക്കമ്മ, എന്താ പേന നീ നിർത്താതെ, നീ പഠിച്ചിട്ടേ, നീ വായിച്ചുകൊണ്ടിരിക്കുക, ഞാൻ കേൾക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ആ സൈഡ് എടുക്കുക, ആ ലിഫ്റ്റിക്ക് നോക്കി എടുത്തിട്ട് அந்த ഡ്രസ്സ് എടുത്ത് വെച്ച് എന്താ തറവാട്, പുന്നമുട്ടിൽ തറവാട് അല്ലേ? ഓക്കെ, നീട് ചീപ്പട് നീ വായിച്ചോ. മേക്കപ്പ് ചെയ്തിട്ട് ഞാൻ ചോദിച്ചു ഇവരെന്തൊരു കേരള സാറിന്, ഇവർക്ക് ആക്ടിങ്ങിൻ്റെ അടുത്തൊരു പാഷനില്ലേ? ശശികുമാർ സാറിൻ്റെ അടുത്ത് നമ്മൾ ശശികുമാർ സാർ പറഞ്ഞു 12 മണിക്ക് പോകണ്ടേ, നമുക്ക് റിഹേഴ്സൽ നോക്കാം. അയ്യോ സാർ ടൈമില്ല, നമുക്ക് ടേക്ക് എടുക്കാം. ഇതിനകത്ത് ഫിലിം മോഡൽ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. അവൻ പറഞ്ഞ ആ ഒരു 1.5 പേജ് ഡയലോഗ് ഉണ്ടല്ലോ, വിത്ത് എമോഷൻ, കരേൻ്റെ അടുത്ത് കരഞ്ഞ് പൊട്ടിക്കരഞ്ഞ്
പുല്ലുമല്ല പുട്ടുമല്ല അഭിനയിച്ചിട്ട് അവർ. അപ്പോൾ ഞാൻ ആലോചിക്കണം അവരുടെ ഒരു സംഭവങ്ങൾ പെട്ടെന്ന് പഠിച്ചു ഭാഷാറിനോട് തരണം. നമ്മളതൊരു പ്രത്യേക സംഭവമാണ് ഇങ്ങനെ ഈ ഒരു ഹാർഡ് ഡിസ്കിൽ പടക്കയുന്ന റെക്കോർഡാവുന്നില്ലേ, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ. ജയൻ്റെ കാര്യം ഓർമ്മിക്കാം, മരിച്ച കാര്യം. മറ്റൊരു കാരണം എന്നുള്ള പടത്തിന് ആന്ധ്രപ്രദേശ് എസ്റ്റേറ്റാണ്, പുനലൂർ ഒരു എസ്റ്റേറ്റിലാണ്. അതൊരു മുറിയിൽ ഞാനും കുഞ്ചനും അവർ തന്നാണ് ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് 3 ബെഡ്റൂം. ഞാനും കുഞ്ചനുണ്ട്, ഒന്നിൽ സോമേട്ടനുണ്ട്, ജയൻ അവിടെ റൂം പറഞ്ഞിരിക്കുന്നത്, പിന്നെ മാധവി അവിടെ താമസം. ഭയങ്കര ഇടിയും മിന്നലുള്ള മഴയുള്ള രാത്രിയിൽ മുറിയിൽ തട്ട് വരുന്നു, ടക്ക്. ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ഇവിടെ ആരുമില്ലേ എന്ന് പറഞ്ഞിട്ട് ജയൻ പ്രത്യക്ഷപ്പെടുന്നു. വിത്ത് മറ്റേ ഓവർകോട്ട്, ഇതുവരെയുള്ള ഗം പൂട്ട്, ലെതർ ബൂട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട്. ചേട്ടാ ഈ സമയത്ത് കണ്ണപ്പനോട് കഴിഞ്ഞ് വരുന്നു. എനിക്കിവിടെ റൂം പറഞ്ഞിട്ടില്ല, എനിക്കറിയില്ല, പ്രൊഡക്ഷൻ മാനേജറൊക്കെ താഴെയാണ്. ഈ രാത്രി വിരോധമില്ലെങ്കിൽ ഇവിടെ ഒരു കട്ടിലുണ്ടെന്നാണ്. അത്ര ഇഷ്ടപ്പെട്ടില്ല പുള്ളിക്ക്. പിന്നെ പുള്ളി എസ്റ്റേറ്റ് കിടന്ന് ഉറങ്ങേണ്ടി വരും, വഴിയില്ല. പുള്ളി നേരെ ഒന്നും ഡ്രസ്സൊന്നും ആവശ്യമില്ല, ഗംബൂട്ടിൽ വയ്ക്കാതെ അപ്പുറത്തെ കട്ടിൽ കയറി. ഈ സമയത്ത് ആ എസ്റ്റേറ്റിൽ പൊതു ശല്യം ഉണ്ടായിരുന്നത് വണ്ടുണ്ട്, ചെറിയ വണ്ട്, അതിൻ്റെ ചെവിക്കകത്ത് കയറി. എനിക്കാണെങ്കിൽ പേടി, ഇത് ചെവിക്കകത്തോട്ടും പോകുന്നു പുറത്തോട്ടും വരുന്നില്ല. ഞാനിരുന്ന് കരയുന്നു, കുഞ്ചിന് വേണ്ടിയിട്ടിരുന്ന് എന്ത് ചെയ്യാൻ ജയൻ ഒന്ന് ഉണർന്നു. എന്ത് പറ്റിയപ്പം സുധീകുമാറിൻ്റെ ചെവിയിൽ വണ്ട് കയറി. ആ ഒരു മുതലേക്കാണെങ്കിൽ പുള്ളി നോക്കിയാണ്, പുള്ളി അങ്ങോട്ട് തിരിഞ്ഞ് കിടന്നു വണ്ടായതുകൊണ്ട്. പിന്നെ ഞാൻ കുഞ്ഞിൻ്റെ തോന്നി കുറച്ച് വെളിച്ചെണ്ണ അവിടെ ഉണ്ടല്ലോ പുള്ളിക്കാനൊക്കെ, അത് ചെവിയിലോട്ട് ഒഴിച്ചിട്ട് പിടിച്ചപ്പോൾ അത് പോയി. പിറ്റേന്നാണ് പറയുന്നത് അവിടെ റബ്ബർ എസ്റ്റേറ്റിൽ തൊഴിലാളികളുടെ ചെവി കയറുമ്പോൾ വേറെ ഒന്നും ചെയ്യാൻ പാടില്ല, ഇത് അകത്തോട്ട് ഉപദ്രവിച്ച് പോകത്തുള്ളൂ. ഹോസ്പിറ്റലിൽ പോകുക, അതിനൊരു ചവണ വലിയൊരു സ്ഥലമുണ്ട്, അത് വെച്ച് എടുക്കത്തേ ഉള്ളൂ. പിന്നെ ആ പടത്തിൻ്റെ സെറ്റിൽ എല്ലാവരും ചെവി ഭംഗി വെച്ചുകൊണ്ടാണ് നടന്നത്. നോക്കുകയല്ല ചെവി. ഇങ്ങനെ കുറേ രസകരമായ സംഭവമുണ്ട്. മോഹൻലാലിനെ കുറിച്ചുള്ള മെമ്മറി പറഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ, അതൊന്ന് കംപ്ലീറ്റ് ചെയ്യും. അത് കഴിഞ്ഞുള്ള ഈ 50 years'ുള്ളൊരു അദ്ദേഹം അല്ല കൊണ്ട് ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത ഹലോ മൈ റോങ് നമ്പറിൽ ഒരു മാഗസിൻ 400 അടിയാണ്, 4 മിനിറ്റോളം പോകുന്നതിന് ജഗതിയെടുത്ത് ഒരു ഡയലോഗ് പറയുന്നുണ്ട്. ക്യാമറ സ്റ്റഡി ആയിട്ടിരിക്കും, ഓഡിയോ ജഗതിയെടുത്ത് പറയും, അപ്പുറത്ത് പറയും, ഇപ്പുറത്ത് ഇങ്ങനെ ഓടുന്ന പട 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 എന്ന ഒരു ഫുൾ കാര്യങ്ങൾ പുള്ളി ഒരു കഥ പറയുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ മിസ്റ്റേക്ക് ഓക്കെയാണ്. മുലയിലെന്തോ കൈയെടുത്തോ ഒന്നും ഒരു ഇടി എന്തോ മൂക്കിലെന്തോ കൊണ്ട് ജഗതി, പക്ഷേ ജഗതി അത് എന്നൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് ഡബ്ബിങ്ങിന് വന്നപ്പോഴത്തേക്കും മോഹൻലാൽ ഡബ് ചെയ്തു. ഞാൻ പറഞ്ഞു ഒരു കാര്യം ചോദിച്ചത്, പിക്ചർ കാണിക്കില്ല, തിരിഞ്ഞ് നിന്നിട്ട് ഈ പറഞ്ഞ ഡയലോഗ് മുഴുവൻ പറയാമോ, 2 മാസം മുമ്പ് ഷൂട്ട് ചെയ്യല്ലേ, പറയാൻ പറ്റുമോ? അതിനെന്താ എടി പറഞ്ഞു വിടാൻ പറഞ്ഞു. പുള്ളി അത്രയും ഡയലോഗ് കാര്യങ്ങൾ എങ്ങും നോക്കാതെ പറഞ്ഞു. അത് ഞാൻ പറഞ്ഞില്ല, 2 മാസം കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം ഡബ് ചെയ്തു പുള്ളി. ഇനി നമ്മൾ പിക്ചറില്ല, ഇല്ലാതെ അങ്ങോട്ട് നോക്കിയിട്ട് പറയാൻ പറഞ്ഞു, റെഡി എന്ന് പറഞ്ഞു. പുള്ളി പെർഫെക്റ്റ് ആയിട്ട് പറഞ്ഞു. പുള്ളി ഡബിങ് ഫാസ്റ്റാണ്, ഒരു പ്രാവശ്യം നോക്കും ഒരു പ്രാവശ്യം നോക്കും ടേക്ക്. ജഗതിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ജഗതിയുടെ ഒരു ആബ്സെൻസ് മലയാള സിനിമയിൽ ഇപ്പോൾ എത്രത്തോളം ഫീൽ ചെയ്യും? ആബ്സെൻസ് ഉണ്ട്. ഞാൻ പറയും ഒരാൾക്ക് ഈ പറഞ്ഞ മാതിരി ഞാൻ മോഡൽ സ്കൂളിൽ പഠിക്കുമ്പം എന്തുകൊണ്ട് നടനായി, എങ്ങനെ നടനായി എന്നാൽ ജഗതി ശ്രീകുമാറിൻ്റെ നാടകങ്ങൾ കാണാനിടയായി. എന്നെക്കാളും 5-6 വർഷം സീനിയറാണ്. പക്ഷേ ഓൾഡ് ബോയ്സ് ഡേ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂളിലുള്ള, അപ്പോൾ സെലിബ്രേഷന് ഒരു 1 hour 2 hour ഡ്രാമ അവതരിപ്പിക്കാനായിട്ട് ജഗതി വന്നിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് ആൾക്കാരെ ചിരിയും ബഹളവും കൈയടിഞ്ഞ് അത് എന്തൊരു ആരാധനയാണ്. എനിക്കിതുപോലെ ആവണം, ജഗതിക്ക് ഇങ്ങനെ കിട്ടുന്നില്ല അംഗീകാരം കൈയടിയൊക്കെ, എനിക്കിതുപോലെ. അങ്ങനെ ജഗതി ശ്രീകുമാറാണ് എൻ്റെ ജീവിതത്തിലെ ഫസ്റ്റ് സ്പാർക്ക്. ആക്ടർ ആവണം എന്നുള്ള വഴിയിലോട്ട് തിരിച്ച് വിട്ടത് അതാണ്, അദ്ദേഹത്തിൻ്റെ അഭിനയമാണ് സംഭവം. ഞങ്ങൾ എത്രയോ സിനിമകളിൽ അഭിനയിച്ചു, ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത പടങ്ങളിലുണ്ട്, എല്ലാം ഉണ്ട് പുള്ളി. പിന്നെ ഈ പറഞ്ഞാൽ ഇപ്പം വയ്യാതായിപ്പോയി, എന്ത് ചെയ്യാൻ പറ്റും.